ഏഷ്യ കപ്പ് മത്സരം ആരംഭിച്ചതിന് ശേഷം ഏതൊരു കായിക പ്രേമിയും മനസ്സിൽ കണ്ടിരിക്കും ഇന്ന് നടക്കുന്ന ക്ലാസിക് ഫൈനൽ പോരാട്ടം. ടൂർണമെന്റിലെ ഗ്രൂപ്പ് റൗണ്ടിൽ 7 വിക്കറ്റിനും സൂപ്പർ 4-ൽ 6 വിക്കറ്റിനും പാകിസ്ഥാനെ തകർത്താണ് ഇന്ത്യ ഫൈനൽ പോരാട്ടത്തിന് എത്തുന്നത്. ഇരു ടീമുകളും ഇതുവരെ ഏറ്റുമുട്ടിയത് 5 മേജർ ഫൈനലുകളിലാണ്. 5-ൽ 3 പാകിസ്ഥാനാണ് വിജയം കണ്ടത്. ഇന്ത്യ 2 മാത്രമാണ് വിജയിച്ചത്. ഇത്തവണ ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ തുടക്കം മുതൽ വിവാദങ്ങളായിരുന്നു. പാകിസ്ഥാനുമായുള്ള ആദ്യ മത്സരത്തിന് മുൻപും ശേഷവും പതിവ് ഹസ്തദാനമുണ്ടായില്ല. സൂപ്പർ 4-ൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. പാക് താരം ഹാരിസ് റൌഫ് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക നടപടികൾക്കിടെ ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം സൂചിപ്പിക്കുന്നതിനായി 6-0 എന്ന് വിരലുകൾ കൊണ്ട് കാണിച്ചു. ഫർഹാനാകട്ടെ ബാറ്റുകൊണ്ട് വെടിയുതിർക്കുന്നത് പോലെ കാണിച്ചു. ഈ 2 സംഭവങ്ങളും വലിയ വിവാദങ്ങളിലേക്കും നടപടികളിലേക്കും വഴിവെച്ചു. അഭിഷേക് ശർമ്മയും ഗില്ലും തുടങ്ങി മികച്ച ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടേത്. ഏത് ടീമിനെയും അനായാസം എറിഞ്ഞു വീഴ്ത്താൻ കഴിവുള്ള ബൗളേഴ്സും. മലയാളി താരം സഞ്ജുവിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. സൂപ്പർ 4-ൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യയുടെ ഇമ്പാക്ട് പ്ലെയർ എന്ന അവാർഡ് സഞ്ജുവാണ് സ്വന്തമാക്കിയത്. പാക് നിരയും ഒട്ടും മോശമല്ല. ഇനി ആ ക്ലാസിക്കൽ പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആര് വീഴും ആര് വാഴും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.